Good morning dear students and warm welcome to our 27th online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നതിൽ 5 എണ്ണത്തിൽ ഒരു അസസ്മെൻ്റ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് സെൽഫ് അസസ്മെൻ്റ് ആയിരുന്നു. അവനവൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ടാക്സബിൾ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സെക്കൻഡ് ടൈപ്പാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേണിൻ്റെ ബേസിസിൽ അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ പറയുന്നത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. വേറെ റിട്ടേൺ ഹാസ് ബീൻ ഫയൽഡ് അണ്ടർ സെക്ഷൻ 139(1) or in response to a notice under section 142(1), such a return shall be processed as follows. അപ്പോൾ സെക്ഷൻ 139(1) പ്രകാരം ഏതെങ്കിലും ഒരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നോട്ടീസ് ലഭിച്ചിട്ട് സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള നോട്ടീസിൻ്റെ റെസ്പോൺസ് ആയിട്ടുള്ള റിട്ടേൺ ഫയലിംഗ് ആണെങ്കിലും നമുക്ക് എന്തായിട്ട് പറയാം? അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ദ ടോട്ടൽ ഇൻകം ഷാൽ ബി കമ്പ്യൂട്ടഡ് ആഫ്റ്റർ മേക്കിംഗ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. താഴെ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഈ സെക്ഷൻ 143 സബ്സെക്ഷൻ 1ൻ്റെ ഇതിൽ വരുന്നുണ്ട്. അതിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എനി അരിതമെറ്റിക്കൽ എറർ ഇൻ ദ റിട്ടേണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ന്യൂമറിക്കലായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കേസിലും ആൻ ഇൻകറക്റ്റ് ക്ലെയിം കൊടുത്തിട്ടുള്ളത് ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ള ഒരു ക്ലെയിമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും എനി ഡിസലവൻസ് ഓഫ് ബ്രോഡ് ഫോർവേഡ് ലോസ് ഡിസലൗഡ് ആയിട്ടുള്ളത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ബട്ട് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തില്ല? അക്കൗണ്ട്സിൽ എടുത്തിട്ടില്ല. ഡിസലവൻസ് ഓഫ് ഡിഡക്ഷൻ ക്ലെയിംഡ് അണ്ടർ സെക്ഷൻ 10AA, 81A, 81AB, 81B, 81C or 81E. ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡിസലൗഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡീഷൻ ഓഫ് ഇൻകം അപ്പിയറിംഗ് ഇൻ ഫോം 26AS or form 16A or form 16, no adjustment for assessment year 2018-19. അഡീഷണൽ ഇൻകം 2026 ASലോ അല്ലെങ്കിൽ 16Aയിലോ അല്ലെങ്കിൽ ഫോം 16ലോ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ the tax and interest and fee if any shall be computed on the basis of total income. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എനി അതർ ഫീ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സം പേയബിൾ ഓർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ദ SSC. ഏതെങ്കിലും ഒരു റീഫണ്ട്, ഒരു SSCയുടെ റീഫണ്ട് എന്ന് പറയുന്നത് പേയബിളോ അല്ലെങ്കിൽ പേ ചെയ്യാനുള്ള ഒരു റീഫണ്ടാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ an intimation shall be prepared and sent to the SSC specifying the sum payable by or the amount of refund due to the SSC. ഏതെങ്കിലും ഒരു ഇൻറ്റിമേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ SSCക്ക് സ്പെസിഫൈഡ് ആയിട്ട് അയച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതെന്തിനെ കുറിച്ചിട്ടുള്ളത്? സം പേയബിൾ ബൈ ഓർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ദ SSCക്ക് ആവശ്യമുള്ള ഒരു റീഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ദി എമൗണ്ട് ഓഫ് റീഫണ്ട് ഷാൽ ബി ഗ്രാൻഡഡ് ടു ദ SSC. ഏതെങ്കിലും ഒരു റീഫണ്ട് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇൻറ്റിമേഷൻ ഷാൽ ബി sent to the SSC where the loss declared in the return by the SSC is adjusted but no tax or interest or fee is payable by or no refund is due to him. ഇനി എന്തിനെ കുറിച്ചുള്ള ഒരു ഇൻറ്റിമേഷനാണ്? ഏതെങ്കിലും ഒരു ലോസ് വന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ എന്തിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിട്ടേണിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് SSC ടാക്സ് കൊടുക്കുന്ന സമയത്ത് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ടാക്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഫൈനോ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള റീഫണ്ട് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നോ ഇൻറ്റിമേഷൻ ഷാൽ ബി സെൻഡ്
after the expiry of 1 year from the end of the financial year in which the return is made. ഒരു ഇൻറ്റിമേഷനും കൊടുത്തിട്ടില്ല. എങ്ങനെയാണെങ്കിൽ ഒരു വർഷം എക്സ്പയറി കഴിഞ്ഞിട്ടും ഒരു ഇൻറ്റിമേഷനും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആ ഫിനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ഇൻറ്റിമേഷനും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ where no amount is payable by or refundable to the SSC under C and where no adjustment have been made under A, the acknowledgement of the return shall be deemed to be the intimation. ഇനി ഇൻറ്റിമേഷൻ ആയിട്ട് കണക്കാക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള വേർ നോ എമൗണ്ട് ഈസ് പേബിൾ, ഒരു എമൗണ്ടും കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു എമൗണ്ട് റീഫണ്ടബിൾ ആയിട്ട് SSC ക്ലെയിം ചെയ്തിട്ടില്ല. ഏതൊക്കെ സെക്ഷനിൽ? നേരത്തെ പറഞ്ഞിട്ടുള്ള അണ്ടർ C or no adjustment have been made under A. എയിൽ പറയുന്നതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. The acknowledgement of the return shall be deemed to be the intimation. Acknowledgement എന്ന് പറയുന്നത് ഒരു ഇൻറ്റിമേഷൻ ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ പറയുന്നത്. For the processing of return under section 143(1), the CBDT may make a scheme for the centralized processing of returns with a view to determine the tax payable by or refundable to the SSC. ഇനി അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള റിട്ടേണിനെയാണ് നമ്മളിവിടെ പറയുന്നത് എന്തായിട്ട്? അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് സെക്ഷൻ 139(1) പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള താഴെ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരമുള്ളതാണെങ്കിലാണ് നമ്മൾ ഒരു A തുടങ്ങി H വരെയുള്ള കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസിൽ വരികയാണെങ്കിലാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്നത്. ഇനി അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ പ്രകാരം CBDTയിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ മേക്ക് എ സ്കീം ഫോർ ദ സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് ഓഫ് റിട്ടേൺസ് വിത്ത് എ വ്യൂ ടു ഡിറ്റർമിൻ ദ ടാക്സ് പേബിൾ ബൈ ഓർ റീഫണ്ടബിൾ ടു ദ SSC. അതുപോലെ തന്നെ ടാക്സ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന സെക്ഷൻ 143 സബ്സെക്ഷൻ 1ൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അസസ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെഗുലർ അസസ്മെൻ്റ് ആണ്. ഇനി റെഗുലർ അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. It means the assessment made on the basis of evidence under section 143 subsection 3 or best judgment assessment under section 144. രണ്ട് തരത്തിലുള്ള അസസ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. റെഗുലർ അസസ്മെൻറ്റിൽ വരുന്നത് രണ്ട് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് 143(3) പ്രകാരം അതുപോലെ തന്നെ സെക്ഷൻ 144 പ്രകാരമുള്ള അസസ്മെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്ലോസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്താണ് റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പ്രകാരമുള്ള അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓർ ദ സ്ക്രൂട്ടിനി അസസ്മെൻറ്റ്. ഏതെങ്കിലും ഒരു എവിഡൻസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അസസ്മെൻറ്റിൻ്റെ ബേസിസിലോ വരുന്ന റെഗുലർ അസസ്മെൻ്റ് ആണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 3ൽ പറയുന്നത്. അണ്ടർ സെക്ഷൻ 143 subsection 2, when the assessing officer or prescribed authority considers it necessary to verify the correctness or completeness of the return to ensure that income has not been understated or the loss declared is not excessive or tax has not been underpaid, he shall serve a notice either to attend his office or to produce on date specified any evidence in support of his return. ഏതെങ്കിലും ഒരു അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് അതോറിറ്റി ഈ SSCയോട് ഇൻഫോം ചെയ്യാണ് സെക്ഷൻ 143 സബ്സെക്ഷൻ 2 പ്രകാരം അസസിങ് ഓഫീസർ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി മനസ്സിലാക്കാണ് ആ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും ഒരു കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് സസ്പെക്റ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു അസസിങ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ പറയുന്ന സ്ഥലത്ത് ഒരു എവിഡൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പ്രകാരം റെഗുലർ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്യുന്നത്.
However, such a notice can be served on the SSE only within 6 months from the end of the financial year in which the return is filed. എന്നാണോ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് അതിന് 6 മാസത്തിനുള്ളിലാണ് ഇത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി എൻക്വയറി ബിഫോർ അസസ്മെൻറ്റ്. എന്താണ് എൻക്വയറി ബിഫോർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? സെക്ഷൻ 142 ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. According to section 142, the assessing officer for the purpose of making an assessment may serve on any person who has made a return or in whose case the time allowed under section 139(1) for furnishing the return has expired, a notice requiring him on the date specified therein, where such a person has not made a return before the end of the relevant assessment year, to furnish a return of his income assessable under the Act in the prescribed form, or to produce such accounts or documents as the assessing officer may require, or to furnish in writing and verified information in such a form and on such points or matters as the assessing officer may require. അപ്പോൾ ഇവിടെ ഇൻക്വയറിംഗ് ബിഫോർ അസസ്മെൻ്റ് എന്ന് പറയുന്നതിൽ സെക്ഷൻ 142 പ്രകാരം ഒരു അസസിങ് ഓഫീസർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എൻ അസസ്മെൻറ്റ്. ഒരു അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു അസസിങ് ഓഫീസർ സെക്ഷൻ 142 പ്രകാരം may serve on any person who has made a return or in whose case the time allowed under section 139, അതായത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം ടൈം അലൗ ചെയ്തിട്ടുണ്ട്. എന്തിനുള്ള ടൈമാണ് അലൗ ചെയ്തിട്ടുള്ളത്? ഒരു റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈം അലൗ ചെയ്തിട്ട് അത് ആ ടൈം എക്സ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എ നോട്ടീസ് റിക്വയറിങ് ഹിം, ഒരു നോട്ടീസ് അദ്ദേഹത്തിന് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വേർ സച്ച് എ പേഴ്സൺ ഹാസ് നോട്ട് മെയ്ഡ് എ റിട്ടേൺ ബിഫോർ ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. ഒരു റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹാസ് നോട്ട് മെയ്ഡ് എ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ടു ഫർണിഷ് എ റിട്ടേൺ ഓഫ് ഹീസ് ഇൻകം അസസബിൾ അണ്ടർ ദ ആക്ട് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആ റിട്ടേൺ എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ പ്രോപ്പർ ടൈമിൽ അല്ലെങ്കിൽ ബിഫോർ ദ എൻഡ് ഓഫ് ദ റിട്ടേൺ ഫയലിംഗ് ഡേറ്റിനുള്ളിൽ അതേ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയുകയാണെങ്കിൽ, ആര് പറയുകയാണെങ്കിൽ? ഒരു അസസിങ് ഓഫീസർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് സച്ച് അക്കൗണ്ട്സ് ഓർ ഡോക്യുമെൻറ്റ്സ് ആസ് അസസ്മെൻറ്റ് ഓഫീസർ മേ റിക്വയർ. അസസ്മെൻറ്റ് ഓഫീസർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടു ഫർണിഷ് ഇൻ റൈറ്റിംഗ് verified information in such a form and on such a points or matters as the assessing officer may require. ഒരു അസസ്മെൻ്റ് ഓഫീസർ അതിന് ആവശ്യമുള്ള റിട്ടേൺ ആയിട്ട് ഫർണിഷ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്ന് പറയുന്നത് എൻക്വയർ ചെയ്യണം. ഈ കേസിലാണ് ഇൻക്വയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനിലേക്ക് വരുന്നത്. The assessing officer may make such enquiry as he considers necessary for obtaining full information in respect of income or loss of any person. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ അസസ്സിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിലോ അല്ലെങ്കിൽ ലോസിനെ കുറിച്ചിട്ട് ഒരു സ്പെഷ്യൽ വെരിഫിക്കേഷൻ നടത്തണമെന്ന് ഒരു അസസ്സിങ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഈ എൻക്വയറി എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ദ അസസിങ് ഓഫീസർ മസ്റ്റ് സ്പെസിഫൈ ഇൻ ഹിസ് നോട്ടീസ് ആസ് ടു വാട്ട് ഡോക്യുമെൻറ്റ്സ് ഓർ ഇൻഫർമേഷൻ ഹി വാണ്ട്സ് ദ അസസി ടു പ്രൊഡ്യൂസ് ബിഫോർ ഹിം. അപ്പോൾ ഒരു അസസിങ് ഓഫീസർ എന്ത് സ്പെസിഫൈ ചെയ്യണം? മസ്റ്റ് സ്പെസിഫൈ ഇൻ ഹിസ് നോട്ടീസ്. അയക്കുന്ന നോട്ടീസിൽ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണം. എന്താണ് നോട്ടിഫൈ ചെയ്യേണ്ടത്? ഏത് ഡോക്യുമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും എന്ത് ഇൻഫോർമേഷനാണ് അദ്ദേഹത്തിന് റിക്വയർമെൻറ്റ് ആവശ്യമുള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റിൽ, അതായത് റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പ്രകാരമുള്ള ഫസ്റ്റ് കേസിൽ, അതായത് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അസസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഒരു അസസിങ് ഓഫീസർ ചെയ്യാവുന്നത്.
ഇതിൽ തന്നെ കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഓഡിറ്റിൻ്റെ കേസിലും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുള്ളത് സെക്രട്ടറി ഓഡിറ്റ് ആണ്. ഇവിടെ സ്റ്റാറ്റ്യൂട്ട് ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന കേസിലുള്ള കമ്പൽസറി ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കമ്പൽസറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് ദ അസസിംഗ് ഓഫീസർ ഹാവിംഗ് റിഗാർഡ് ടു ദ നേച്ചർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ അക്കൗണ്ട്സ്, വോളിയൂം ഓഫ് ദ അക്കൗണ്ട്സ്, ഡൗട്ട്സ് അബൌട്ട് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് മേ വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ Chief Commissioner or Commissioner, direct the SSC to get the accounts audited by the Chartered Accountant nominated by the Chief Commissioner. ഇനി ഒരു അസസിംഗ് ഓഫീസർക്ക് ആ SSCയുടെ അക്കൗണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് തോന്നുകയോ അത് റിലേറ്റഡ് ടു ദ നേച്ചർ ഓർ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ അക്കൗണ്ട്സിൻ്റെ നേച്ചറോ അല്ലെങ്കിൽ അതിലൊരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുകയോ റെക്കഗ്നൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വോളിയൂം ഓഫ് അക്കൗണ്ട്സിലോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സിൽ സംശയം തോന്നുകയാണെങ്കിലോ അതിനോട് വരുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു അസസിംഗ് ഓഫീസർക്ക് ആരുടെ പ്രയർ അപ്രൂവൽ ആവശ്യമുണ്ട്? ചീഫ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ കമ്മീഷണറുടെയോ അപ്രൂവലോട് കൂടിയിട്ട് എന്ത് ഡയറക്റ്റ് ചെയ്യാം? ഒരു അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് നോമിനേറ്റഡ് ബൈ ദ ചീഫ് കമ്മീഷണർ. ഏത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ചീഫ് കമ്മീഷണറാണ് നോമിനേറ്റ് ചെയ്യുന്നത്. Such a chartered accountant must furnish the report of the audit in the prescribed form, duly signed and verified by him, and stating all the particulars prescribed and also particulars which may be required by the assessing officer. ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു ചീഫ് കമ്മീഷണറെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരാളെ SSC അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മസ്റ്റ് ഫർണിഷ് ദ റിപ്പോർട്ട് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഫർണിഷ് ചെയ്തിരിക്കണം. അതെങ്ങനെയാണ് ഫർണിഷ് ചെയ്യേണ്ടത്? ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ ഫർണിഷ് ചെയ്തിരിക്കണം. അത് എങ്ങനെ ഫർണിഷ് ചെയ്തിരിക്കണം? ഡ്യൂലി സൈനോട് കൂടിയിട്ട് ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വെരിഫൈഡ് ബൈ ഹിം, അദ്ദേഹം എന്താണ് ആ സൈൻ ചെയ്യുമ്പോൾ ഡിക്ലെയർ ചെയ്യേണ്ടത്? അദ്ദേഹം തന്നെ എല്ലാ അക്കൗണ്ട്സും വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്റ്റ് ചെയ്യുന്ന മാറ്റേഴ്സ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ അസസിംഗ് ഓഫീസറിന് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഡിക്ലറേഷനാണ് ആര് കൊടുക്കേണ്ടത്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു അസസിംഗ് ഓഫീസർക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും മെറ്റീരിയൽ ആയിട്ടുള്ള റിപ്പോർട്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടായിരിക്കണം അസസിംഗ് ഓഫീസർക്ക് ആര് ഫർണിഷ് ചെയ്യേണ്ടത്? ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫർണിഷ് ചെയ്യേണ്ടത്. Under section 142A, the assessing officer may make a reference to the valuation officer to estimate the value, including the fair market value of any asset, property or investment for the purpose of assessment or reassessment, and submit a copy of report to him. ഇനി അണ്ടർ സെക്ഷൻ 142A പ്രകാരം എന്താണ് ഇവിടെ സ്പെഷ്യൽ പ്രൊവിഷൻസ് പറയുന്നത്? അസസിംഗ് ഓഫീസർക്ക് എന്താണ് ഒരു സ്പെഷ്യൽ റെഫറൻസിന് വേണ്ടി കൊടുക്കേണ്ടത്? ഒരു വാല്യുവേഷൻ ഓഫീസറുടെ എസ്റ്റിമേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു വാല്യുവേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്? എല്ലാ അസറ്റുകളുടെയും എല്ലാ പ്രോപ്പർട്ടികളുടെയും അതോടൊപ്പം തന്നെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫെയർ മാർക്കറ്റ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ വാല്യുവേഷൻ ഓഫീസർ ആർക്ക് കൊടുക്കേണ്ടത്? ഒരു അസസിംഗ് ഓഫീസർക്ക് അക്കോർഡിംഗ് ടു സെക്ഷൻ 142A പ്രകാരം കൊടുക്കേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അസസ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീഅസസ്മെൻറ്റിന് വേണ്ടിയിട്ടോ ആണ് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് കൊടുക്കേണ്ടത്? ഒരു അസസിംഗ് ഓഫീസർക്ക് കൊടുക്കേണ്ടത്.
The assessing officer on receipt of the report from the valuation officer may, after giving the assessee an opportunity of being heard, take into account such a report in making the assessment or reassessment. അസസ്മെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ റീഅസസ്മെൻറ്റിൻ്റെ സമയത്തോ അസസിങ് ഓഫീസർ ഈ എസ് എസ് സിക്ക് എന്തിനുള്ള ഒരു അവസരം കൊടുക്കും? ഇത് വായിച്ച് കേൾപ്പിക്കാനും അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്ക് കൊടുക്കാറുണ്ട്? ഒരു എസ് എസ് സിക്ക്. ആര് കൊടുക്കാറുണ്ട്? ഒരു എസ് എസ് സി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ എസ് എസ് സിക്ക് ഒരു അസസിങ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അസസിങ് ഓഫീസർക്ക് എന്ത് ലഭിച്ചിരിക്കണം? വാല്യുവേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കണം. അപ്പോൾ ഒരു 2 റിപ്പോർട്ടാണ് ഒരു അസസിങ് ഓഫീസർക്ക് ലഭിക്കേണ്ടത്. ഒരു ടാക്സ് ഓഡിറ്ററുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത കേസിലാണെങ്കിൽ ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് ആണെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഒരു വാല്യുവേഷൻ ഓഫീസർ കൊടുക്കുന്നതും ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഒരു അസസിങ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി അസസ്മെൻറ്റ് ഓഫീസറുടെ ആഫ്റ്റർ എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 2 പറയുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വേർ എ നോട്ടീസ് ഈസ് ഇഷ്യൂഡ് ടു ദ എസ് എസ് സി under section 143 subsection 2, the assessing officer will pass an order after hearing such evidence as the SSC may produce and such other evidence, and after taking into consideration all relevant material the assessing officer has gathered. അപ്പോൾ അസസ്മെൻറ്റ് ആഫ്റ്റർ എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സെക്ഷൻ 143 സബ്സെക്ഷൻ 2 എന്താണ് പറയുന്നത്? ഒരു അസസിങ് ഓഫീസർ വിൽ പാസ് എൻ ഓർഡർ. ഒരു ഓർഡർ ആര് പാസ് ചെയ്യുന്നുണ്ട്? ഒരു അസസിങ് ഓഫീസർ പാസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് അത് ഒരു ഓർഡർ പാസ് ചെയ്യുന്നത്? എസ് എസ് സിയുടെ എവിഡൻസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഹിയർ ചെയ്തതിന് ശേഷം മാത്രം. ആഫ്റ്റർ ഹിയറിംഗ് സച്ച് എവിഡൻസ് ആസ് ദ എസ് എസ് സി മേ പ്രൊഡ്യൂസ്. ഒരു എസ് എസ് സി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ എവിഡൻസ് വെച്ചുകൊണ്ട് ഒരു ഹിയറിംഗ് കേട്ടതിന് ശേഷമാണ് ഒരു അസസിങ് ഓഫീസർ എന്ത് ചെയ്യുന്നത്? ഒരു ഓർഡർ പാസ് ചെയ്യുന്നത്. Such other evidence, and after taking into consideration all relevant material the assessing officer has gathered. ഒരു അസസിങ് ഓഫീസർ ഈ എവിഡൻസ് ഫർണിഷ് ചെയ്തതിന് പുറമെ എന്തൊക്കെയാണ് റെലവൻറ്റ് മെറ്റീരിയൽസ് ഒരു അസസിങ് ഓഫീസർ കളക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെയും കൂടിയും ഒരു പഠനത്തിന് ശേഷമാണ്, അതും കൂടിയും കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഒരു അസസിങ് ഓഫീസർ അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു ഓർഡർ പാസ് ചെയ്യുന്നത്. If the assessment is made under section 143 subsection 3, any tax or interest paid by the SSC under section 143(1) shall be deemed to have been paid towards the regular assessment. അതോടൊപ്പം തന്നെ റെഗുലർ അസസ്മെൻറ്റിൽ സെക്ഷൻ 143(3) പ്രകാരമാണെങ്കിൽ ടാക്സോ ഇൻട്രസ്റ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കും. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ I പ്രകാരമാണെങ്കിൽ ഇറ്റ് ഷാൽ ബി ഡീം ടു ഹാവ് ബീൻ പെയ്ഡ് ടുവേർഡ്സ് ദ റെഗുലർ അസസ്മെൻറ്റ്. റെഗുലർ അസസ്മെൻറ്റിൽ അതും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു അസസ്മെൻറ്റ് ആഫ്റ്റർ എവിഡൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് ഒരു അസസിങ് ഓഫീസർ ഓർഡർ പാസ്സാക്കുന്നത്. അപ്പോൾ റെഗുലർ അസസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള അസസ്മെൻറ്റ് ആഫ്റ്റർ എവിഡൻസ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്തത്. ഇനി സെക്കൻഡ് ടോപ്പിക്ക് റെഗുലർ അസസ്മെൻറ്റിൽ വരുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ 144 ആണ്. അപ്പോൾ റെഗുലർ അസസ്മെൻറ്റിൽ 2 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് എവിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് എന്ത്? ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 144. In a best judgment assessment, the assessing officer should really base the assessment on his best judgment. That means he must not act dishonestly or vindicatively. ഇനി ഡിസോണസ്റ്റ് ആയിട്ട് കൊണ്ടാണ് ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു അസസ്മെൻറ്റ് ഓഫീസർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് സെക്ഷൻ 144 പറയുന്ന പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ ഹി മസ്റ്റ് മേക്ക് എ ഫെയർ എസ്റ്റിമേറ്റ് ഓഫ് ദ പ്രോപ്പർ ഫിഗർ ഓഫ് ദ അസസ്മെൻറ്റ് ആൻഡ് ഫോർ ദ പർപ്പസ് ഹി മസ്റ്റ് ബി ഏബിൾ ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ലോക്കൽ നോളേജ് ആൻഡ് റെപ്യൂട്ട് ഇൻ റിഗാർഡ് ടു
the SSC's circumstances and his own knowledge of the previous return and assessment of the SSC and all for other matters which he thinks will assist him in arriving at a fair and proper estimate. ഒരു അസസ്മെൻറ്റ് ഓഫീസർ ആ എസ് എസ് സിയുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി വെച്ചുകൊണ്ട്, മുമ്പത്തെ റിട്ടേൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോക്കൽ നോളേജ് വെച്ചുകൊണ്ട് ഒരു ഫെയർ എസ്റ്റിമേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു റിട്ടേൺ ആണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ സെക്ഷൻ 144 ഒരു അസസ്മെൻറ്റ് ഓഫീസർ ചെയ്യുന്നത്. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് മേ ബി എങ്ങനെയായിരിക്കാം? കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ഈ രണ്ട് കേസ് ഞാൻ നേരത്തെ മുന്നിലൊരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് കമ്പൽസറി ജഡ്ജ്മെൻറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ജഡ്ജ്മെൻറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുള്ളൂ. അത് നമ്മൾ മുമ്പത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു റിവിഷനായിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ആസ് പെർ സെക്ഷൻ 144, the assessment officer shall make the assessment to the best of his judgment in any of the following 3 cases. 3 കേസായിട്ടാണ് സെക്ഷൻ 144 അസസ്മെൻറ്റ് ഓഫീസർ കമ്പൽസറി ജഡ്ജ്മെൻറ്റ് പറയുന്നത്. വേർ ദ SSC ഹാസ് ഫെയിൽഡ് ടു മേക്ക് എ വോളണ്ടറി റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 ആൻഡ് ഹാസ് നോട്ട് മെയ്ഡ് എ ബിലേറ്റഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(4) ഓർ റിവൈസ്ഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(5). അപ്പോൾ നമ്മൾ എന്താണ് ബിലേറ്റഡ് റിട്ടേൺ എന്നും റിവൈസ്ഡ് റിട്ടേൺ എന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കമ്പൽസറി റിട്ടേൺ 144 പറയുന്നത് SSC ഫെയിൽ ആവാണ്. എങ്ങനെയുള്ള റിട്ടേൺ ഫയൽ ചെയ്യാൻ? വോളണ്ടറി റിട്ടേൺ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരമോ അല്ലെങ്കിൽ ഹാസ് നോട്ട് മെയ്ഡ് എ ബിലേറ്റഡ് റിട്ടേണോ റിവൈസ്ഡ് റിട്ടേണോ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. സെക്കൻഡ് കേസിൽ പറയുന്നത് വേർ ദർ ഹാസ് ബീൻ എ ഫെയിലിയർ ഓഫ് ടു comply with all the terms of a notice under section 142(1) requiring the SSC to produce accounts or other documents or information specified therein or fails to get accounts audited accounts ഇല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരം അതിൽ പറയുന്ന പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ആര് പോകും? ഒരു അസസിംഗ് ഓഫീസർ പോകുന്നതാണ്. വേർ ദ റിട്ടേൺ ഹാസ് ബീൻ മെയ്ഡ് ബട്ട് ദ അസസിംഗ് ഓഫീസർ കൺസിഡേഴ്സ് ഇറ്റ് ടു ബി ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് ആൻഡ് സെർവ്സ് എ നോട്ടീസ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 2 upon the SSC requiring his appearance or the production by him of evidence in support of his return, but the SSC does not comply with the terms of the notice. ആ നോട്ടീസ് ഓഫ് റിട്ടേൺ അയച്ചിട്ട് അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് ഇൻകറക്റ്റോ ഇൻകംപ്ലീറ്റോ അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 2 പ്രകാരമാണെങ്കിൽ അപ്പോഴും എങ്ങനെ വരുന്നുണ്ട്? കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട്. In SSC made under the above circumstances is called compulsory best judgment assessment. അപ്പോൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുമ്പോഴാണ് ഏത് ടേമിലേക്ക് വരുന്നത്? കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. An opportunity shall be given to the SSC by the assessing officer by servicing a notice calling upon the SSC to show cause why assessment should not be completed to the best of his judgment. എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ അസസ്മെൻറ്റ് ചെയ്യാത്തത് എന്നുള്ളത് പറയാനായിട്ട് ഒരു അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് ഓഫ് കോളിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നോട്ടീസ് കോളിംഗ് എന്ന് പറയുന്ന ഒരു നോട്ടീസ് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്? ഒരു SSCക്ക് അയക്കുന്നതാണ്. കോൺസിക്വൻസസ് ഓഫ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? SSC became liable to പെനാൽറ്റീസിന് ലൈബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോസിക്യൂഷന് ലൈബിൾ ആയിരിക്കും. SSC is prevented from bringing on record any new facts before the appellate authorities if an appeal is preferred against the best judgment assessment regarding the quantum of assessment. ഇവിടെ വരുന്നത് റെക്കോർഡ്, എല്ലാ റെക്കോർഡ്സും അസസിംഗ് ഓഫീസർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂ ഫാക്ട്സ് എന്ന് പറയുന്നത് അപ്പല്ലറ്റ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ അത് ഫർണിഷ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്പീലിംഗ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
എ റീഫണ്ട് മേ നോട്ട് ബി ഗ്രാൻറ്റഡ്. പിന്നെ വരുന്ന കോൺസിക്വൻസ് എന്ന് പറയുന്നത് റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയുമാണ് കോൺസിക്വൻസസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നില്ല. നെക്സ്റ്റ് വൺ റെമഡി എഗെയിൻസ്റ്റ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. ഇനി കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ SSE excessive tax has been imposed on him under best judgment assessment, the SSE is entitled to appeal to the commissioner, that is appeals against such assessment. അപ്പോൾ SSEക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഒരു അപ്പീൽ കൊടുക്കുക. ആർക്കാണ് ഈ അപ്പീൽ കൊടുക്കേണ്ടത്? കമ്മീഷണർ ടു ദ അപ്പീൽസ് എന്ന് പറയുന്നവർക്ക് ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്ന കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിലേക്ക് പോവാതെ ഇരിക്കാനായിട്ട് സാധിക്കും. ഹി മേ ഫർദർ അപ്പീൽ ടു ദ അപ്പലേറ്റ് ട്രിബ്യൂണൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് കമ്മീഷണർ അപ്പീൽസ് ആൻഡ് ഓൾസോ ടു ഗോ ടു ദ ഹൈക്കോർട്ട് ഓൺ എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇൻവോൾവ്ഡ് ഇൻ ദ കേസ്. അതുപോലെ തന്നെ ഈ കമ്മീഷണർ അപ്പീൽസിന് നമ്മൾ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തും കൂടി ചെയ്യാനായിട്ട് സാധിക്കും? ഹൈക്കോർട്ടിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്ന് പറയുന്നതിലും കൂടിയും ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു റെമഡിയൽ മെഷേഴ്സ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ളത്. നെക്സ്റ്റ് വണ്ണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നേരത്തെ നമ്മൾ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് കാറ്റഗറി ഉള്ളത് എന്താണ്? ഡിസ്ക്രിഷണറി ആണ്. വെയർ ദ അസസിംഗ് ഓഫീസർ ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ correctness of the accounts of the SSE or where no method of accounting has been regularly employed by the SSE or income has not been computed in accordance with the standard notified by the government, the assessing officer may in his discretion make the best judgment assessment under section 144. ഇനി അണ്ടർ സെക്ഷൻ 144 ഡിസ്ക്രിഷൻ ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത്? അസസിംഗ് ഓഫീസർക്ക് ഫർണിഷ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫൈഡ് ആണ്, അതിൻ്റെ കറക്റ്റ്നെസ് എന്ന് പറയുന്നതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും ഏത് കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട്? ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട്. ഇനി ദ SSE ക്യാൻ ഫയൽ ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് സച്ച് അസസ്മെൻറ്റ് ആസ് അണ്ടർ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇനി ഈ കേസിലും, അതായത് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ കേസിലും SSEക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു അപ്പീൽ കമ്മീഷണർ ഓഫ് അപ്പീലിന് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫോർത്ത് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് റീഅസസ്മെൻ്റ് ആണ്. അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, സെക്ഷൻ 147. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിനെയാണ് റീഅസസ്മെൻറ്റ് എന്ന് പറയുന്നത്. If an assessing officer has reason to believe that any income chargeable to tax has escaped assessment for any assessment year, he may assess or reassess such income keeping in view the provisions of section 148 and to 153. സെക്ഷൻ 148 തുടങ്ങി 153 വരെ SSE റീഅസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഒരു അസസിംഗ് ഓഫീസർ വിശ്വസിക്കുകയാണ് എന്ത്? ഇൻകം ചാർജബിൾ ടു ടാക്സ് എന്ന് പറയുന്നതിൽ ഒരു SSE എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ പ്രൊവിഷൻസ് 148 തുടങ്ങി 153 വരെയുള്ളത് അപ്ലൈ ചെയ്യുന്നത്. വൺസ് ദ അസസ്മെൻറ്റ് ഈസ് റീഓപ്പൺഡ്, എനി അതർ ഇൻകം വിച്ച് എസ്കേപ്ഡ് അസസ്മെൻറ്റ് ആൻഡ് വിച്ച് കംസ് ടു ദ നോട്ടീസ് ഓഫ് ദ അസസിംഗ് ഓഫീസർ സബ്സിക്വൻ്റ്ലി ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ് can also be included in the assessment. അപ്പോൾ റീഓപ്പൺ ചെയ്യുകയാണ്. മുമ്പ് ചെയ്തിരിക്കുന്ന അസസ്മെൻ്റ് എന്ന് പറയുന്നത് റീഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ റീഅസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസസിംഗ് ഓഫീസർക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റീഅസസ്മെൻ്റ് എന്ന് പറയുന്നത് നടത്താനായിട്ട് സാധിക്കും. ദ അസസിംഗ് ഓഫീസർ മേ അസസ് ഓർ റീഅസസ് സച്ച് ഇൻകം വിച്ച് ഈസ് ചാർജബിൾ ടു ടാക്സ് ആൻഡ് ഹീസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഒരു എസ്കേപ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഒരു അസസിംഗ് ഓഫീസർ അസസ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഅസസ് ചെയ്യുമ്പോഴാണ് മുമ്പ് ചാർജബിൾ ടു ടാക്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് എസ്കേപ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്.
Before making any reassessment under this section, the assessing officer shall serve on the assessee a notice requiring him to furnish the return of income within the following time limit. അപ്പോൾ ഇങ്ങനെ ഒരു റീഅസസ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ഒരു അസസിങ് ഓഫീസർ എന്ത് ചെയ്യും, സെക്ഷൻ 148 പ്രകാരം ഒരു ടൈം ലിമിറ്റ് കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് സെർട്ടൈൻ ഡോക്യുമെൻറ്റ്സ് ഫർണിഷ് ചെയ്യാൻ പറഞ്ഞ് ഒരു നോട്ടീസ് സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു റീഅസസ്മെൻ്റ് എന്ന് പറയുന്നത് നടത്തുന്നുള്ളൂ. അതിൻ്റെ സെർട്ടൻ കേസസ് എന്ന് പറയുന്നത്, ഇഫ് ദ എസ്കേപ്ഡ് ഇൻകം ഈസ് ലെസ് ദാൻ 1 lakh rupees അപ് ടു 4 years ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. എസ്കേപ്ഡ് ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെയാവുകയും അതുപോലെ തന്നെ അപ് ടു 4 years 4 കൊല്ലത്തേക്ക് ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ ആ ഒരു കേസിലും, ഇനി ഇഫ് ദ എസ്കേപ്ഡ് ഇൻകം എന്ന് പറയുന്നത് ഈസ് 1 lakh ഓർ മോർ, 1 ലക്ഷത്തിലെ മേലെയാണെങ്കിൽ ബിയോണ്ട് 4 years ബട്ട് അപ് ടു 6 years 4 വർഷം തുടങ്ങി 6 വർഷം വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇൻകം ഓൺ റിലേഷൻ ടു എനി അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഹാസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് ബിയോണ്ട് 4 years അപ് ടു 16 years ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നമ്മളുടെ കാറ്റഗറി ബേസ് ടൈം എന്ന് പറയുന്നതും എമൗണ്ട് ബേസിസിലാണ് ഇവിടെ എസ്കേപ്ഡ് ഇൻകം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്പെസിഫൈഡ് ടൈം ലിമിറ്റ് സെക്ഷൻ 148 പറയുന്നത് 4 വർഷത്തിന് മുമ്പുള്ളതാണെങ്കിൽ അപ് ടു 4 years ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ തുടങ്ങിയിട്ട് 4 വർഷത്തെ വരെ ആണെങ്കിൽ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ എസ്കേപ്ഡ് ഇൻകം ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് 4 വർഷത്തിനും 6 വർഷത്തിനിടയിൽ 1 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ. അതുപോലെ തന്നെ തേർഡ് കാറ്റഗറി വരുന്നത് ഇൻകം ഇൻ റിലേഷൻ ടു എനി അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 4 തുടങ്ങി 16 വർഷം വരെ നമ്മുടെ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിൽ വരുന്ന ഒരു ടൈം ലിമിറ്റാണ് സെക്ഷൻ 148 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു പോയിൻ്റാണ് പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. വെർ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ആസ് ടു ഹൂ ഹാസ് റിസീവ്ഡ് ദ ഇൻകം ആൻഡ് prima facie it appears that the income may have been received either by X or Y or by both together. The assessing officer can commence proceedings against both X and Y to determine the question as to who is responsible to pay tax. However, tax cannot be recovered from the assessee under such an assessment. ഇവിടെ വരുന്നത് എക്സ് ആണോ വൈ ആണോ ഇൻകം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ 2 പേർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാത്ത കേസിലാണ് ഈ പ്രിക്കോഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വേർ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഇത് ക്ലിയർ അല്ല, ആർക്കാണ് ഇൻകം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ അല്ല. എക്സിനാണോ വൈക്കാണോ അല്ലെങ്കിൽ 2 പേർക്കും കിട്ടിയിട്ടുണ്ടോ, 2 പേർക്കും ചേർന്നിട്ടാണോ ആ ഇൻകം കിട്ടിയിട്ടുള്ളത് എന്ന് അറിയാത്ത കേസിൽ the assessing officer can commence proceeding against both X and Y to determine the question as to who is responsible to pay tax. അപ്പോൾ എക്സ് ആണോ വൈ ആണോ ഇതിൽ അസസ്മെൻ്റ് ടാക്സബിൾ ലൈബിലിറ്റി വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രിക്കോഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഹൗവർ ടാക്സ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ദ എസ്എസ്സി അണ്ടർ സച്ച് ആൻ അസസ്മെൻറ്റ്. അവിടെ വരുന്നത് ടാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവറി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രിക്കോഷണറി പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ വിട്ടുപോയിട്ടുള്ളതാണ്. ബാക്കി 4 ടോപ്പിക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് സ്ലൈഡോട് കൂടി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രിക്കോഷണറി പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത് ഒരു അസസ്മെൻറ്റ് ഓഫീസർക്ക് ആരിൽ നിന്നാണ് അത് ക്ലിയർ ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്ത സമയത്ത് അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അസസ്മെൻറ്റിനെയാണ് പ്രിക്കോഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന സെക്ഷൻ 156 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ വരുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ മുമ്പത്തെ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് എൻ്റെ സെക്കൻഡ് മോഡ്യൂൾ ഇന്നത്തോടു കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യും.
Any mistake apparent from the record in the order passed by the authority can be rectified. അപ്പോൾ ഏതെങ്കിലും ഒരു റിട്ടേൺ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ സെക്ഷൻ 154 പ്രകാരമാണ്. The rectification can be done by the authority concerned to its own. ആരാണോ ഈ മിസ്റ്റേക്ക് വരുത്തിയത് അവർക്ക് ആ അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വിത്ത് ദ അതോറിറ്റി കൺസേൺഡ് ഈസ് ദ കമ്മീഷണർ ഓർ അപ്പീൽസ്, ദ മിസ്റ്റേക്ക് ഈസ് ബ്രോട്ട് ടു ഹിസ് നോട്ടീസ് ബൈ ദ അസസിംഗ് ഓഫീസർ. ഇനി ഏതെങ്കിലും ഒരു അസസിംഗ് ഓഫീസറാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആരെ ഇൻഫോം ചെയ്തിരിക്കണം, കമ്മീഷണർ അപ്പീൽസിനെ അത് ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓൺ എൻ അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ SSC, ഇനി ഒരു SSC അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് വരികയാണെങ്കിലും അപ്പോഴും എന്ത് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, റെക്ടിഫിക്കേഷൻ നടത്താനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള ചാൻസസ് ആണ് സെക്ഷൻ 154 പ്രകാരം റെക്ടിഫിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതോറിറ്റി കൺസേൺ ടു ഇറ്റ്സ് ഓൺ, ആരാണോ ഈ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് ആ ഒരു അതോറിറ്റിക്ക് പറ്റും. അതുപോലെ തന്നെ ഒരു അസസിംഗ് ഓഫീസറിന് ആരെ ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കും, ഈ മിസ്റ്റേക്കിനെ കുറിച്ച് ഒരു നോട്ടീസ് കമ്മീഷണർ ഓഫ് അപ്പീൽസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ആർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, SSCക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. The order of rectification shall be passed in writing by the authority concerned. ഈ അതോറിറ്റി ആർക്കാണോ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ഒരു ഓർഡർ കൊടുത്തുകൊണ്ട് റെക്ടിഫിക്കേഷനുള്ളൊരു ഓർഡർ എങ്ങനെ കൊടുക്കണം, റിട്ടേൺ ഓർഡർ കൊടുക്കാനുള്ള ഒരു പവറാണ് ഇവിടെയുള്ളത്. The only authority which can rectify an order is the authority which has passed the order. ആരാണോ ഈ ഓർഡർ പാസ് ചെയ്യുന്നത് ആ അതോറിറ്റിക്ക് മാത്രമേ ആ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഉള്ളൂ. If the rectification increase the SSC's liability or reduce the refund, the concerned authority shall give a notice to the SSC and shall give him a reasonable opportunity of being heard before such order is passed. ആ ഓർഡർ പാസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഈ അതോറിറ്റി എന്ത് ചെയ്തിരിക്കണം, ഈ അസസിംഗ് ഓഫീസർ SSC ആയിട്ട് ഒരു ഹിയറിങ്ങിനെ വിളിച്ചുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. അത് ചിലപ്പോൾ SSCയുടെ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ റീഫണ്ട് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് ആർക്ക് കൊടുത്തിരിക്കണം, ഈ ഓതറൈസ്ഡ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു SSCന് ഒരു ഓപ്പർച്യൂണിറ്റി, അത് ആ ഹിയറിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് മാത്രമേ ഈ ഓർഡർ പാസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആരെ വിളിച്ച് സംസാരിച്ചിരിക്കണം, SSCനെ വിളിച്ച് ഹിയറിംഗ് വഴി ഒരു റീസണബിൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് മാത്രമേ ഓർഡർ പാസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 154 പറയാനുള്ളത്. ഇനി നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 156 പറയുന്ന നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു അസസിംഗ് ഓഫീസർ SSCക്ക് കൊടുക്കുന്ന ഒരു നോട്ടീസിനെയാണ് നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് കൊടുക്കുന്നത്, വെൻ എനി ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫൈൻ ഓർ എനി അതർ എമൗണ്ട് ഈസ് പേയബിൾ ബൈ ദ SSC ഇൻ കോൺസിക്വൻസ് ഓഫ് എനി ഓർഡർ പാസ്ഡ് അണ്ടർ ദ ആക്ട്, ദ അസസിംഗ് ഓഫീസർ ഷാൽ സെർവ് എ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ടു ദ SSC ഇൻ ദ prescribed form specifying the amount payable. എത്ര രൂപയാണോ ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ പെനാൽറ്റി, ഫൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് ഒരു അസസിംഗ് ഓഫീസർ ഒരു SSCനെ ഇൻഫോം ചെയ്യുന്ന ഒരു നോട്ടീസ് അത് എങ്ങനെ കൊടുക്കണം, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സ്പെസിഫൈഡ് എമൗണ്ട് നോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് അയക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമാണ് ഈ നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. Where any amount is payable based on return under section 143 subsection 1, the intimation under section 143 subsection 1 shall be deemed to be the notice of demand. അപ്പോൾ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള നേരത്തെ പറഞ്ഞ ടാക്സോ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഫൈനോ ഏത് എമൗണ്ട് ആയാലും അത് കൊടുക്കണം എന്നുള്ളത് ഇൻറ്റിമേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പറയുന്ന പ്രകാരം കൊടുക്കുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഡീം ടു ബി ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്
ഞാൻ മുമ്പ് പവർ പോയിൻ്റ് അടക്കം എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ റിവിഷൻ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പവർ പോയിൻ്റ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല. അത് ഓൾറെഡി നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഈ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റും കൂടിയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും അത് കാണിച്ചത് കൊണ്ടാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അത് ഞാൻ മുഴുവനായിട്ട് തന്നെ വീണ്ടും എടുത്തിട്ടുള്ളത്. 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് റിവൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ നമ്മൾ 2 പോയിൻറ്റും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളത് സെക്ഷൻ 154 പറയുന്ന ഒരു ഭാഗമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് മിസ് ഇതിൽ പവർ പോയിൻ്റ് ഇല്ലാത്തത് എന്ന് ആരും സംശയിക്കേണ്ട. ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ്. ഓൾറെഡി അസസ്മെൻറ്റ് എന്ന് പറയുന്നതും നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പവർ പോയിൻ്റ് ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.